warahmatullahi wabarakatuh. Good afternoon everybody. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ കുറച്ച് പാർട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു. പാർട്ടികൾ എന്ന് പറഞ്ഞാൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ, അതേപോലെ തന്നെ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇങ്ങനെ 3 പാർട്ടീസ് നമുക്ക് പഠിക്കുന്നുണ്ട്. അതിൽ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ ഇന്ത്യൻ നമ്മുടെ സൈറ്റിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമുക്ക് കാണാൻ കഴിഞ്ഞ 7 പാർട്ടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി മാത്രമല്ല ഈ ഒരു കാര്യം കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇതിന് തന്നെയാണ് ഓൾ ഇന്ത്യ പാർട്ടീസ് എന്ന് പറഞ്ഞാലും ഈ പാർട്ടി തന്നെയാണ്. സപ്പോസ് നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി ഒക്കെ നിങ്ങൾ പഠിച്ചു, എന്നാൽ ഒരു ഓൾ ഇന്ത്യ പാർട്ടിയെക്കുറിച്ച് വല്ല ലേഖനമോ വല്ല ആർട്ടിക്കിളോ എഴുതാൻ വന്നാൽ, എസ് എഴുതാൻ വന്നാൽ നിങ്ങൾ പേടിക്കരുത്. ഓൾ ഇന്ത്യ പാർട്ടി എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? നാഷണൽ പാർട്ടി തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് റീജിയണൽ പാർട്ടി എന്താണെന്ന് നോക്കാം. റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാർട്ടി എന്നൊക്കെ നമുക്ക് പറയാം. പാർട്ടി ഇസ് വൺ സ്റ്റേറ്റ് ഓർ ജിയോഗ്രഫിക്കൽ പ്ലേസസ് വേർ ഓക്കേസ് 2 സ്റ്റേറ്റ്സ്. 2 സ്റ്റേറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ജിയോഗ്രഫിക്കൽ പ്രദേശത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഉൾക്കൊള്ളുന്ന. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൻ്റെയും കർണാടകയുടെ ഒക്കെ ബോർഡർ സപ്പോസ് 2 സ്റ്റേറ്റായി, പക്ഷേ എന്തായി? അവിടെ കൂടെ തന്നെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഒറ്റ സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു പാർട്ടിക്കാണ് പൊതുവേ നമുക്ക് റീജിയണൽ പാർട്ടീസ് അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി എന്ന് പറയുന്നത്. They secure the identity of cultural, religious of that place. ആ സ്ഥലത്തിൻ്റെ മതകീയമായ അല്ലെങ്കിൽ സാംസ്കാരികമായ സ്വത്വത്തെ ഇവർ സെക്യൂർ ചെയ്യുന്നു ഈ പാർട്ടികൾ, ഈ റീജിയണൽ പാർട്ടികൾ. എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം? ഇഗ്നോറൻസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് വിച്ച് കോസ്ഡ് ഫോർ ദ എക്കോണമിക്കൽ ബാക്ക്വാർഡ്നെസ് ഓഫ് ദ ലൊക്കാലിറ്റി. സെൻട്രൽ ഗവൺമെൻറ് ആ പ്രദേശത്തെ മറന്നത് കാരണം, അവഗണിച്ചത് കാരണം, സാമ്പത്തികപരമായി അല്ലെങ്കിൽ സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ അവർ പിറകോട്ട് പോയി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പാർട്ടികൾ രൂപീകരിക്കപ്പെടാനുള്ള കാരണം. അതേപോലെ തന്നെ ഇതേ തുടർന്ന് റീജിയണലിസം, അതേപോലെ ഇൻട്രസ്റ്റ് ഓഫ് റീജിയണൽ ഇൻട്രസ്റ്റ്, ഇവയൊക്കെ ഈ പാർട്ടികൾ പ്രോത്സാഹിപ്പിക്കും. ദീസ് പാർട്ടീസ് വിൽ ഇൻഫ്ലുവൻസ് ഓർ വിൽ ഇംപ്രൂവ്, വിൽ പ്രൊമോട്ട് the regionalism and the interest of that region. ആ പ്രദേശങ്ങളുടെ താല്പര്യത്തെ അല്ലെങ്കിൽ പ്രാദേശികവാദത്തെ ഇത്തരത്തിലുള്ള പാർട്ടികൾ പ്രൊമോട്ട് ചെയ്യും. സം പൊളിറ്റിക്കൽ തിങ്കേഴ്സ് സപ്പോർട്ട്സ്. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില രാഷ്ട്രീയ ചിന്തകർ ഈ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ നമ്മളുടെ ഈ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് കാരണം എന്താണ്? അവർ പറയുന്നത് ഇത്തരം പാർട്ടികളെ കൊണ്ട് നമുക്ക് ആ രാഷ്ട്രത്തിൻ്റെ പുരോഗതി, ആ പ്രദേശത്തിൻ്റെ പുരോഗതി സുസാധ്യമാകുകയും അതിലൂടെ ആ പോപ്പുലേഷൻ ഡെവലപ്ഡ് ആകും, ഇംപ്രൂവ്ഡ് ആകും. അതോടുകൂടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന രാജ്യവും ഡെവലപ്ഡ് ആകും എന്നാണ്. എന്നാൽ മറ്റു ഒരു വിഭാഗം പൊളിറ്റിക്കൽ തിങ്കേഴ്സ് പറയുന്നത് ഈ റീജിയണലിസം അല്ലെങ്കിൽ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിനും ഇന്ത്യയുടെ ഹാർമണിക്കും ഇന്ത്യയുടെ സെക്യുലറിസത്തിനൊക്കെ ഒരു ത്രെട്ടാണ്. അവർ നിരുത്സാഹപ്പെടുത്തണം. ബിക്കോസ് ദേ ആർ ത്രെട്ട് ഫോർ ദ യൂണിറ്റി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി ആൻഡ് ഫോർ ദ കൺട്രി. ഈ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയ്ക്ക്, അതിൻ്റെ യൂണിറ്റിക്ക് ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ സെക്യുലറിസത്തിനൊക്കെ ഭീഷണിയാണ് എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ 1989 കേന്ദ്രത്തിൽ ബഹുകക്ഷി സംവിധാനം വന്നു. അന്നു മുതലാണ് നമുക്കറിയാം ഇത് ദേശീയ രാഷ്ട്രത്തിനും പ്രാദേശിക പാർട്ടികൾക്കുമൊക്കെ ഇതിൽ കൃത്യമായ പങ്കുണ്ടായിരുന്നു, അല്ലേ? എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ DMK, AIDMK, അതേപോലെ തന്നെ TDP, തെലുങ്കുദേശം പാർട്ടി, ഇതിനൊക്കെയാണ് നിങ്ങൾ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടിക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി പലപ്പോഴും ചോദിക്കപ്പെടാനുള്ള ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. നാഷണൽ പാർട്ടീസ് ആൻഡ് റീജിയണൽ പാർട്ടീസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ നാഷണൽ പാർട്ടീസ് ആൻഡ് റീജിയണൽ പാർട്ടീസ്. ദേശീയ പാർട്ടികളുടെയും
പ്രാദേശിക പാർട്ടികൾക്കും ഇടയിൽ വ്യത്യാസം പറയുക എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഈ പഠിച്ച ഈ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പറഞ്ഞാൽ ഇതങ്ങ് എഴുതി വെക്കുക, മറ്റേതും അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഹൗ ബിക്കംസ് എ പാർട്ടി നാഷണൽ? എപ്പോഴാണ് ഒരു പാർട്ടി നാഷണൽ ആവുക? അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച നാഷണൽ പാർട്ടീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചതൊക്കെ അങ്ങ് എഴുതി വെക്കുക. അതന്നെ അതിൻ്റെ ആൻസർ. അതേ ചോദ്യം ഇങ്ങനെ വരാറുണ്ട്, ഹൗ ബിക്കംസ് എ പാർട്ടി റീജിയണൽ? എങ്ങനെയാണ് ഒരു പാർട്ടി റീജിയണൽ ആവുക? അതിനും ഇതേപോലെ എഴുതി വെക്കുക. അടുത്തത്, വിച്ച് ആർ ദ നാഷണൽ പാർട്ടീസ്? ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഏതൊക്കെയാണ് നാഷണൽ പാർട്ടീസ്. പിന്നീട് വിച്ച് ആർ ദ നാഷണൽ പാർട്ടീസ്, വേറെ ക്വസ്റ്റ്യൻ വരുന്നത് ഏതെല്ലാമാണ് നാഷണൽ പാർട്ടീസ്? നമ്മൾ നേരത്തെ പറഞ്ഞു 7 പാർട്ടീസ് അല്ലേ, നമ്മളെ ഇന്ത്യൻ കമ്മീഷൻ അല്ലേ, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സൈറ്റിലുള്ള ഇപ്പോഴുള്ള ഈ 7 പാർട്ടികളാണ് നാഷണൽ പാർട്ടീസ്. അവയെക്കുറിച്ച് എഴുതാം. അതേപോലെ അതിനുള്ള ക്രൈറ്റീരിയ 2 ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 2 ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ അവരൊക്കെ ഏതാണ് ആ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടത്. പിന്നെ മറ്റൊരു ചോദ്യം വരാറുള്ളത്, വിച്ച് ആർ ദ റീജിയണൽ പാർട്ടീസ്? അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ കാര്യങ്ങൾ അങ്ങനെ ചോദ്യം വരുമ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് നാഷണൽ പാർട്ടീസ്, അതും ഇതൊക്കെ ആൻസർ ഒന്ന് തന്നെയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് റീജിയണൽ പാർട്ടീസ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഈ 2 സംഗതികൾ പഠിച്ചാൽ അതങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, പതറരുത്. അടുത്തൊരു ഏരിയ സ്റ്റേറ്റ് പാർട്ടി. മൂന്നാമത്തെ ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് സംസ്ഥാന പാർട്ടികൾ. പ്രമുഖമായി നമ്മൾ സിംഗിൾ പാർട്ടി അങ്ങനെയുള്ള വേറെ പറഞ്ഞു, അതല്ല. അല്ലാതെ നമ്മൾ പഠിച്ചത് നാഷണൽ പാർട്ടി, പിന്നെ റീജിയണൽ പാർട്ടി, തേർഡ് വൺ സ്റ്റേറ്റ് പാർട്ടി. എന്താണ് സംസ്ഥാന പാർട്ടി എന്ന് പറഞ്ഞാൽ? നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവർ ആണ് ഇതിൻ്റെ സ്റ്റേറ്റ് പാർട്ടി ആണെന്നൊക്കെ അംഗീകരിക്കേണ്ട ആൾക്കാർ. പ്രധാനമായും അവർ കുറച്ച് കണ്ടീഷൻസ് ഇത് പറയുന്നുണ്ട്. ഈ കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സ്യൂട്ടബിൾ ആയാൽ എന്താകും, അവ സ്റ്റേറ്റ് പാർട്ടി ആയിട്ട് അംഗീകരിക്കപ്പെടും. ഒന്ന് നോക്കുക. ടു ഗെറ്റ് 6% ഓഫ് വോട്ട് ഓഫ് പോൾഡ് ഇൻ പബ്ലിക് ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, നമ്മുടെ സ്റ്റേറ്റിലെ നിയമസഭയിലേക്കുള്ള പബ്ലിക് ഇലക്ഷനിൽ നേടിയ പോളിങ്ങിൻ്റെ 6% ഒരു പാർട്ടി നേടിയാൽ അവരാരാകും, സ്റ്റേറ്റ് പാർട്ടിയായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്യും. ഒന്നും കൂടി പറയണോ? ഓക്കെ. അതായത് ഒരു സ്റ്റേറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ നിയമസഭ അറിയില്ലേ, നിയമസഭയിലേക്കുള്ള പബ്ലിക് എലക്ഷനിൽ നേടിയ പോളിൻ്റെ 6% നേടുക. ഓക്കെ. സെക്കൻഡ് വൺ, അടുത്തൊരു കണ്ടീഷൻ. ഈ കണ്ടീഷൻ ആപ്റ്റായാൽ അവരെന്തായി ഇങ്ങനെ എണ്ണപ്പെടും. അടുത്തത് ഗെറ്റ് 2 seats ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭയിലേക്ക് 2 സീറ്റ് കിട്ടുക. സ്റ്റേറ്റിലെ നിയമസഭയിലേക്ക് 2 സീറ്റ് കിട്ടുക. അടുത്ത ഒന്ന് ടു ഗെറ്റ് 6% വോട്ട് ഓഫ് പോൾഡ്. നോക്കണേ, ഒന്നാമത്തെ കണ്ടീഷനിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞത് അതും വേണം കേട്ടോ. സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് 2 സീറ്റ് വോട്ട് വാങ്ങുകയും മൊത്തം നേടിയ പോളിൽ 6% ലഭിക്കുകയും വേണം. പ്ലസ് ആണ്. അടുത്ത രണ്ടാമത്തെ ഒരു കണ്ടീഷന്, അടുത്തൊരു ഓപ്ഷന് ടു ഗെറ്റ് 6% വോട്ട് ഓഫ് പോൾഡ് ടു ദ പാർലമെൻറ്റ് അസംബ്ലി. ലോക്സഭയിലേക്ക് നേടിയ ആ സ്റ്റേറ്റിൽ നിന്ന് പാർലമെൻറ്റ് അസംബ്ലിയിലേക്ക് ലഭിച്ച പോളിൻ്റെ 6% വോട്ട് നേടുക. ഇൻ എ പബ്ലിക് ഇലക്ഷൻ ഇൻ എ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിലുള്ള പബ്ലിക് ഇലക്ഷനിൽ. അപ്പോൾ കേരളത്തിൽ ഒരു പബ്ലിക് എന്താ പറയുക, പാർലമെൻറ്റ് അസംബ്ലിയിലേക്കുള്ള ഒരു പബ്ലിക് ഇലക്ഷനിൽ നേടിയ വോട്ടിൻ്റെ 6% നേടുകയും ടു വിൻ 1 seat ടു ദ പാർലമെൻറ്റ് അസംബ്ലി. എന്ത് ചെയ്യുക, പാർലമെൻറ്റ് അസംബ്ലിയിലേക്ക് 1 സീറ്റ് നേടുകയും ചെയ്യുക. ഓക്കെ, ഇതാണ്. അപ്പോൾ പാർലമെൻറ്റ് അസംബ്ലിയിലേക്ക് 1 നേടുക പ്ലസ് 6% വോട്ട് ചെയ്യുക, മറ്റേത് 6% വോട്ട് ചെയ്യുക പ്ലസ് നിയമസഭയിലേക്ക് 2 സീറ്റ് നേടുക. ഓക്കെ. അടുത്തത് മൂന്നാമത്തത്, നിയമസഭയിലേക്ക് 3% വോട്ടും
3 സീറ്റും നേടുക. നിയമസഭയിലേക്ക് 3% വോട്ടും 3 സീറ്റും നേടുക. നേരത്തെ 6%, പക്ഷേ 2 സീറ്റ് മതി വോട്ട്, 2 സീറ്റ് നിയമസഭയിലേക്ക് മതി. ഇതെന്താ പറഞ്ഞത്? 3% വോട്ട് വാങ്ങിയാൽ മതി, പക്ഷേ 3 സീറ്റ് വാങ്ങണം. മനസ്സിലായോ? ഓക്കെ. അടുത്തത് നാലാമത്തെ കണ്ടീഷൻ, സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് നിയമസഭയിലേക്കോ പബ്ലിക് ഇലക്ഷനിൽ സ്റ്റേറ്റിൽ നിന്നും പോൾ ചെയ്ത വോട്ടുകളുടെ 8% വോട്ട് നേടുക. എന്താവണമെന്നില്ല, എന്ത് വേണമെന്നില്ല, ഒറ്റ സീറ്റും വാങ്ങണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്താൽ മതി? ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ പബ്ലിക് ഇലക്ഷനിൽ സ്റ്റേറ്റിൽ നിന്നും പോൾ ചെയ്ത വോട്ടുകളുടെ 8% ആ പാർട്ടിൻ്റെ വോട്ടായിരിക്കണം. ശ്രദ്ധിക്കണേ, നാലാമത്തെ കണ്ടീഷൻ എന്താണ്? സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ നിയമസഭയിലേക്കോ പബ്ലിക് ഇലക്ഷനിൽ സ്റ്റേറ്റിൽ നിന്നും പോൾ ചെയ്ത വോട്ടുകളുടെ 8% ഏതെങ്കിലും പാർട്ടി നേടിയാൽ വി ക്യാൻ കോൾ ദാറ്റ് പാർട്ടി ആസ് സ്റ്റേറ്റ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് നമുക്ക് അവരെ വിളിക്കാം. അടുത്തത് നമ്മളൊരു കാര്യം പറയാനുള്ളത്, ഇന്ന് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് പാർട്ടീസ് ഉണ്ട്? ടോട്ടൽ 54 സ്റ്റേറ്റ് പാർട്ടീസ് ഇൻ ഇന്ത്യ. അത് മേ ബി ചേഞ്ച്, ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം അല്ലേ. ഏതായിരുന്നാലും ഇത് തീരുമാനിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. സ്റ്റേറ്റ് പിന്നെ നമ്മൾ ഫൈനലായിട്ടൊരു കാര്യം പറഞ്ഞത്, ഈ സ്റ്റേറ്റ് പാർട്ടികളെ ചില സമയത്ത് റീജിയണൽ പാർട്ടീസ് എന്നും വിളിക്കാറുണ്ട്. ശരിക്കും റീജിയണൽ പാർട്ടിയും സ്റ്റേറ്റ് പാർട്ടിയും വ്യതിരിക്തമാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ഹെഡിങ്ങിൽ പഠിച്ചത്, എന്നാലും ചില സമയങ്ങളിൽ അങ്ങനെ വിളിക്കാറുണ്ട്.